വെൽക്കം ടു ഡേ 3 ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ഇതിന് മുന്നത്തെ ദിവസത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ചാനലിലെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. രാവിലെ ഒരു 3:30 ടൈം ആയതുകൊണ്ട് കാശി നല്ല ഉറക്കമാണ്. ഞങ്ങൾ വിളിക്കാൻ പോയില്ല അവനോട് ഞങ്ങൾ യാത്ര പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ജാനി ഞങ്ങളെല്ലാവരും എണീറ്റ് റെഡിയാവുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്കും എണീറ്റ് വന്നു. ഞാൻ അവളെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. കാര്യം 1-2 ദിവസം ഉണ്ടായിരുന്നെങ്കിലും ഇവരുടെ കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നല്ല കുറച്ച് മൊമെൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നമുക്ക് തിരിച്ച് നാട്ടിൽ പോയേ പറ്റുള്ളൂ. ഇവർ വൈകാതെ നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പയ്യെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് രാവിലെ 7:25 ഫ്ലൈറ്റ്. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ്. അർജുൻ്റെയും ജാനിയുടെയും ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ബാംഗ്ലൂർ എയർപോർട്ട് നമുക്ക് വലിയ പരിചയമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. കൂടാതെ ഇവിടെ നിന്ന് ഒരു 45 മിനിറ്റ്സ് ട്രാവലുണ്ട്. ഞാൻ എൻ്റെ ഡേ 1 വ്ളോഗിൽ പറഞ്ഞ പോലെ ഇന്നും നമുക്കൊരു മലയാളി യൂബർ ചേട്ടനെ കിട്ടിയിട്ടുള്ളത്. ആള് പത്തനംതിട്ടക്കാരനാണ്. ആള് കുറേ കഥ പറഞ്ഞിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയത് തന്നെ അറിഞ്ഞില്ല. കാരണം ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. മോള് പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നല്ല ഉറക്കമായിരുന്നു. കാരണം അവളുടെ ഉറക്കത്തിൻ്റെ ഒരു ടൈം ആണല്ലോ ഇപ്പോൾ. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് വലിയ ബ്ലോക്കൊന്നും ഇല്ലാതെ ഞങ്ങൾ അങ്ങനെ രാവിലെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു 5 o'clock ആയപ്പോഴത്തേക്കും. നല്ല നേരത്തെയാണ്. പക്ഷെ നമുക്ക് മോളൊക്കെ ഉള്ളപ്പോൾ അവളുടെ മൂഡ്, അവളുടെ വാശി, അവൾക്കൊന്ന് പാല് കൊടുക്കാനും എല്ലാം നോക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നേരത്തെ എത്തുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്ന് തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ കൂടെ കുട്ടിയുള്ളതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ഭയങ്കര പ്രിഫറൻസ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ക്യൂലൊന്നും അധികം നിൽക്കാതെ നമുക്ക് വേഗം എല്ലാം സെക്യൂരിറ്റി ചെക്കിനും ബാഗേജ് ഡ്രോപ്പും എല്ലാം വേഗം കഴിഞ്ഞ് കിട്ടി. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനിയുടെ ഉറക്കമെല്ലാം പോയി. പിന്നെ ജാനി എയർപോർട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ഓടി നടക്കലായിരുന്നു. ഇങ്ങനെ ഓട്ടോ ഒക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ കുറച്ച് നേരത്തെ വന്നത്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഒരു ക്രാങ്കി ആവലും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം ബാംഗ്ലൂർ എയർപോർട്ട് ലോഞ്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ജാനി വാശി ചെയ്യപ്പോൾ ഞങ്ങൾ അതൊക്കെ വിട്ടുപോയി. അത് കഴിഞ്ഞ് ജാനി കുറച്ച് കഴിഞ്ഞപ്പോൾ വയലൻ്റ് ആയി തുടങ്ങി. പാല് കുടിക്കാനും ഉറക്കത്തിൻ്റെയും എല്ലാം സമയമായി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അവിടെയുള്ളൊരു ബേബി കെയറിൽ കയറി വേഗം അവളെ ഫീഡ് ചെയ്തു. അപ്പോൾ തന്നെ ആൾ ഉറങ്ങുകയും ചെയ്തു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. 2-3 ദിവസത്തെ പുറത്ത് പോക്കും യാത്രയും അതിൻ്റെ ഒരു വാശിയുമൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് നല്ല ടെൻഷനായിരുന്നു അവൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത്. പക്ഷേ ഈ ഉറങ്ങിയ ഉറക്കം അവൾ തിരിച്ച് കോഴിക്കോട് എത്തിയപ്പോഴാണ് കണ്ണു തുറന്നത്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ്ങും സ്റ്റാർട്ടായി. നമ്മൾ പയ്യെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നു. ആക്ച്വലി അർജുൻ്റെയും ജാനിയുടെയും ഫസ്റ്റ് ഫ്ലൈറ്റാണിത്. പക്ഷേ അവരെക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത്തവണ ചൂസ് ചെയ്തത് ഇൻഡിഗോ എയർലൈൻസ് ആയിരുന്നു. അത് ആക്ച്വലി അഗത്തിയിലേക്കുള്ള ഒരു ഫ്ലൈറ്റാണ്. അപ്പോൾ കാലിക്കറ്റിൽ ഇത് ലേ ഓവർ ഉണ്ട്. ഇതൊരു കുഞ്ഞു ഫ്ലൈറ്റായിരുന്നു. ടേക്ക് ഓഫിന് മുന്നേ എയർ ഹോസ്റ്റസ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇൻഫൻ്റായിട്ട് ട്രാവൽ ചെയ്യണതുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എനിക്ക് അവളെ ഫീഡ് ചെയ്യിക്കാം. അതാകുമ്പോൾ ഇയറിനൊന്നൊരു ഇഷ്യൂ വരില്ല, പ്രഷറിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല ബേബിക്ക് എന്നൊക്കെ പറഞ്ഞു തന്നെങ്കിലും ടേക്ക് ഓഫിലും ലാൻഡിങ്ങിലും ജാനി നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവളെ വേറെ ഫീഡ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ ഒരു 1 hour സ്മൂത്ത് ഫ്ലൈറ്റ് ജേർണിയിൽ നമ്മൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ രാവിലെ 8:35 ആയപ്പോഴത്തേക്കും ലാൻഡ് ചെയ്തു. ഞങ്ങൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞാൻ അവിടെ എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് ജാനിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്, അപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് ഞാൻ ഒരെണ്ണം പ്രിൻ്റ് എടുത്ത് എൻ്റെ കയ്യിലും വെച്ചിട്ടുണ്ടായിരുന്നു, ഇഫ് ഇൻ കേസ് അവർക്കത് തരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. ലാസ്റ്റ് അവർ നമ്മുടെതിൽ തന്നെയാണ് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് തന്നത്. ക്യാപ്റ്റനും എയർ ഹോസ്റ്റസും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെമ്മറി ആയിട്ട് എന്നും അവൾ വലുതാവുമ്പോൾ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് എടുത്തു വെച്ച ഒന്നാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി ബാഗൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ശ്രീകുട്ടനും കുക്കും എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല വിശന്നാണ് ഞങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് ഏർലി മോർണിംഗ് നമ്മൾ എണീറ്റു. പിന്നത്തെ ട്രാവലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കോഴിക്കോട് ടൗണിൽ ചെന്നിട്ട് എത്രയും വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കാറിലിരിക്കണേ.
അങ്ങനെ ഞങ്ങൾ ഫൈനലി ഡിസൈഡ് ചെയ്തിട്ട് കോഴിക്കോട് റഹ്മത്തിൽ ചെന്നു. രാവിലത്തെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നല്ല ചൂട് അടിച്ച പൊറോട്ടയും മീൻകറിയും ചെമ്മീൻ റോസ്റ്റും ബീഫ് ഫ്രൈയും എല്ലാം ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല വിശന്ന് വന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഓൾറെഡി റഹ്മത്തിൽ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ ജാനിക്ക് ഒരു 2 നൈസ് പത്തിരി പറഞ്ഞു, അവളും കഴിച്ചു അത്യാവശ്യം. അങ്ങനെ നല്ല ചായ എല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ ബില്ല് പേ ചെയ്തിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങാണ്. കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് മാത്രമേ പേരുള്ളൂ. ഇരിക്കുന്നത് മലപ്പുറത്തും നമുക്ക് കോഴിക്കോട് ഇങ്ങേറ്റം വരെ യാത്രയും ചെയ്യണത് കൊണ്ട് ഞാൻ നല്ല ടയേർഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടും വെളുപ്പിനത്തെ എണീക്കലും യാത്രയും ഒക്കെ കൂടെ ഇപ്പോൾ ഞാൻ സൈഡായി തുടങ്ങി. എന്തൊക്കെയോ ക്ഷീണം വന്നു. അതുകൊണ്ടൊരു ഇളനീർ ജ്യൂസ് കുടിക്കാൻ ഞങ്ങൾ വെയിറ്റിംഗ് അവിടെ. അങ്ങനെ ആ ജ്യൂസ് കുടിച്ചപ്പോഴത്തേക്കും കുറേയൊക്കെ ക്ഷീണം മാറി ഞങ്ങൾ പിന്നെയും വീട്ടിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ബാംഗ്ലൂർ ട്രിപ്പ് സീരീസ് കണ്ട എല്ലാവർക്കും ഹ്യൂജ് താങ്ക് യു. ഇതുവരെ കാണാത്തവർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും കാണുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.